മലയാളത്തിന്റെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ. മഞ്ജുവിനെ പോലെ മഞ്ജു മാത്രമാണുള്ളത്. 2 ഘട്ടങ്ങളിലായാണ് മഞ്ജുവിന്റെ കരിയർ ആരംഭിക്കുന്നത്. യുവ നായികയായി നിറഞ്ഞു നിൽക്കുന്നതാണ് ആദ്യഘട്ടം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ നമ്പർ 1 നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ അസാമാന്യമായ പ്രതിഭയാണെന്ന് തെളിയിച്ച നടി മോഹൻലാലിനും തിലകനടക്കമുള്ളവർക്കൊപ്പം കട്ടയ്ക്ക് നിന്നുള്ള പ്രകടനങ്ങൾ കൊണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ മഞ്ജു കയ്യിലെടുത്തു. വിവാഹശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന മഞ്ജുവിനെയാണ് പിന്നീട് കണ്ടത്. നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു തിരികെ വരുന്നത്. ഈ കാലത്തിനിടയിലേക്ക് മലയാള സിനിമ അടിമുടി മാറി. തനിക്കൊപ്പമുണ്ടായവരിൽ മിക്കവരും അമ്മ വേഷങ്ങളിലും ക്യാരക്ടർ റോളുകളെല്ലാം ഒതുങ്ങിയിരുന്നു. എന്നാൽ പോയതിനേക്കാൾ ശക്തമായിട്ടാണ് മഞ്ജു തിരികെ വന്നത്. മഞ്ജു ഒഴിച്ചിട്ട് പോയ സിംഹാസനത്തിന് മറ്റൊരു അവകാശി ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു മഞ്ജുവിന്റെ അഭിനയ ജീവിതത്തിലെ 2ാം ഘട്ടം. ഇന്ന് മലയാളവും കടന്ന് തമിഴിലും കയ്യടി നേടി മുന്നേറുകയാണ് മഞ്ജു വാര്യർ. ഇപ്പോഴത്തെ മഞ്ജുവിനെ കുറിച്ച് രസകരമായ കഥ പങ്കുവെക്കുകയാണ് രമേശ് പിഷാരടി. അമൃത ടിവിയിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് മഞ്ജുവിന്റെ ലാളിത്യത്തെ കുറിച്ചുള്ള കഥ രമേശ് പിഷാരടി പങ്കുവെക്കുന്നത്. ഈ മഞ്ജു വാര്യർ ഇടയ്ക്ക് സിനിമയ്ക്ക് വരും. മാസ്കും ഒരു ബനിയനുമൊക്കെ ഇട്ട് തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നൂണ്ടു കേറിപ്പോകും. ഇതിന്റെ കൂടെ രമേശ് പിഷാരടി പങ്കുവച്ചു. എന്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി. അവിടെ പോയിട്ട് 400 രൂപ വിലയുള്ള ഒരു ടോപ്പ് വാങ്ങി. ഒരെണ്ണം ഫ്രീയും കിട്ടുമെന്നാണ് പറയുന്നത്. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ കാര്യം മറക്കുമല്ലോ. എന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് 10 ലക്ഷം രൂപയെങ്കിലും എന്റെ ഊഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടിയിൽ ഈ 400 രൂപയുടെ ടോപ്പും ഇട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നിരിക്കുകയാണ് എന്നാണ് പിഷാരടി പറയുന്നത്. പിന്നാലെ മഞ്ജു മറുപടി നൽകുന്നുണ്ട്. അതിനെന്താ, ഇടുമ്പോൾ നന്നായാൽ പോരെ, വിലയൊക്കെ ആരാണ് നോക്കുന്നത് എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി. മഞ്ജുവിന് അവതാരികയായ റിമി ടോമി കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ജുവും പിഷാരടിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് യാത്രകൾ പോകുന്നതും പതിവാണ്.